അതോ ഞാൻ പാർവതിയെ മറക്കുന്നതാണ് നല്ലതെന്ന് ഡാഡി ഉപദേശിച്ചാണോ? കൈലാഷ് പ്ലീസ്, എടുത്തു ചാടാതെ ഞാൻ പറയുന്നത് എന്താണെന്നൊന്ന് കേക്ക്. എന്നാലേ സത്യം എന്താണെന്ന് നിനക്ക് മനസ്സിലാവൂ. മതി, നിങ്ങൾ പറയുന്നൊന്നും ഞാൻ ഇനി വിശ്വസിക്കില്ല. ഡു യു തിങ്ക് ഐ ആം എ സ്റ്റുപ്പിഡ്? മമ്മി എന്നോട് അപ്പോഴേ പറഞ്ഞത് എന്റെ നല്ലതിനു വേണ്ടി ചിന്തിക്കുന്നവരാണെന്ന് പറഞ്ഞ് എന്റെ കൂടെ കൂടുന്നവരെല്ലാം നല്ലവരല്ലെന്ന്. കഷ്ടകാലത്തിന് ഞാൻ അപ്പോഴത് വിശ്വസിച്ചില്ല. എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം നല്ലവരാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ നിങ്ങളുടെ കാര്യത്തില് എനിക്ക് തെറ്റുപറ്റി. പാർവതിയെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് മോഹിപ്പിച്ച് നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. ഞാനോ? അതെ, നിങ്ങൾ തന്നെ. നിങ്ങൾ ഇൻഡയറക്റ്റായി പാർവതിയെ മറക്കാൻ എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കണമായിരുന്നു. എന്നെയും പാർവതിയും തമ്മിൽ പിരിക്കാൻ വേറെ ഒരു വഴിയും കിട്ടാത്തോണ്ടായിരിക്കും പ്രിയനെ ഇതിലേക്ക് വലിച്ചഴച്ചത്, അല്ലേ? അവര് തമ്മിൽ പ്രണയത്തിലാണെന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇങ്ങനെ നാണം കെട്ടൊരു കളിക്ക് നിങ്ങൾ നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇറ്റ്സ് സോ ഡിസ്കസ്റ്റിംഗ്. പ്രിയൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ നിങ്ങളെ പോലെ ഒരു ചീറ്ററല്ല. പ്രിയൻ എന്നെ ഒരിക്കലും ചതിക്കില്ല. നിങ്ങളോടുള്ള ബഹുമാനം കാരണമാ എന്റെ പ്രണയത്തെക്കുറിച്ച് എന്റെ ഡാഡിയോടും മമ്മിയോടും പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളോട് ഞാൻ പങ്കുവച്ചത്. ആ റെസ്പെക്ട് എനിക്ക് ഇപ്പൊ ഇല്ലാതായി. നിങ്ങൾ എന്റെ മമ്മിയുടെ സ്ഥാനത്തുണ്ട് എന്നെ പറഞ്ഞാൽ മതി. അമ്മ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാവണം. കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാവാനാ? ഇനി മേലാൽ പാർവതിയുടെ വിഷയത്തില് നിങ്ങൾ തലയിടരുത്. അങ്ങനെ ചെയ്താ ഇതുവരെ കാണാത്ത എന്റെ ഒരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. അത് കൈലാഷ് സാറല്ലേ? ആ അതെ, കൈലാഷ് നല്ല ദേഷ്യത്തിലാണല്ലോ. അത് കൈലാഷ് സാറിന്റെ കാറല്ലേ? അതെ. എന്തോരു മാഡം, മാഡം എന്തിനാ കരയുന്നേ? കൈലാഷ് സാർ എന്തിനാ വന്നത്? അടുക്കും തോറും മുറിവേൽക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അതിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്ന് ഓർമ്മപ്പെടുത്താൻ വന്നതാ. ഒന്നും മനസ്സിലായില്ല മാഡം. നീയും പാറുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കൈലാഷ് അറിഞ്ഞ് എല്ലാ പ്രശ്നവും അവസാനിക്കുമെന്ന് നമ്മൾ കരുതിയതല്ലേ? അതൊരിക്കലും നടക്കില്ല. വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തിലാന്ന് മാഡം കൈലാഷ് സാറിനോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവന്റെ ഡാഡിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടും കൈലാഷ് വിശ്വസിക്കുന്നില്ല. PKR സാർ പറഞ്ഞിട്ടും കൈലാഷ് സാർ വിശ്വസിക്കുന്നില്ലേ? അതിനെല്ലാം കാരണക്കാരൻ നീ തന്നെയാണ് പ്രിയ. ഞാനോ? ഞാനെന്താ മാഡം ചെയ്തേ? കൈലാഷ് നിന്നെ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്. പ്രിയൻ ഒരിക്കലും അവനെ ചതിക്കില്ലെന്നും പാറുനെ തന്നിൽ നിന്ന് അകറ്റില്ലെന്നുമാണ് കൈലാഷ് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന് ആര് പറഞ്ഞാലാ കൈലാഷ് സാറ് വിശ്വസിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഇല്ലേ? എനിക്കറിയില്ല പാറു. കൈലാഷ് സാറിനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന് നമുക്ക് എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞാ പിന്നെ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാന്ന് അച്ഛൻ തന്നെ അദ്ദേഹത്തോടും പറഞ്ഞോളൂ. നീ പറയുന്നതിലും കാര്യമുണ്ട്. കൈലാഷിന്റെ കൂടെ നിന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഞാനാ. അന്ന് രുദ്രൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാ അറിയാതെയാണെങ്കിലും നിന്റെ അച്ഛൻ കൈലാഷിനെ മരുമകനാക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞത്.